രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റെടുത്ത ശേഷമുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. യൂണിറ്റ് മേധാവിമാർ മുതലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. അഴിമതിയില്ലാത്ത ഭരണം ലക്ഷ്യമിട്ടുള്ള പ്രോജക്ട് സീറോ പദ്ധതിയുടെ നടത്തിപ്പിനെ കുറിച്ച് യോഗം വിശദമായി ചർച്ച ചെയ്യും. കഴിഞ്ഞ ദിവസം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗവും മന്ത്രി വിളിച്ചു ചേർത്തിരുന്നു. സുനിൽ ഐസക്കുണ്ട് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം പോലീസ് ആസ്ഥാനത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുകയും ചില നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വിജിലൻസ് യോഗം ചേരാൻ പോവുകയാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട നിർണായക തീരുമാനങ്ങളാകും യോഗത്തിൽ കൈക്കൊള്ളുക? ദിവ്യ, തീർച്ചയായും ദിവ്യ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം പോലീസ് ആസ്ഥാനത്ത് ചേരുന്നത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ വിജിലൻസിന്റെ യൂണിറ്റ് മേധാവിമാർ മുതൽ മുകളിലേക്കുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഭരണതലത്തിലെ അഴിമതി എങ്ങനെ തുടച്ചു നീക്കാം എന്നത് സംബന്ധിച്ച കാര്യങ്ങളിലായിരിക്കും അടിയന്തരമായ ചർച്ച ഉണ്ടാവുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രോജക്ട് സീറോ എന്ന പേരിൽ ഇതിനായി ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്, ആഭ്യന്തര മന്ത്രാലയം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. മാത്രമല്ല, ഈ അഴിമതി ഇല്ലാതാക്കുന്നതിനായി, ഭരണയിടങ്ങളിലെ അഴിമതി ഇല്ലാതാക്കുന്നതിനായി സാധാരണക്കാരായ പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ മുമ്പിലുള്ള ആലോചന. ഇത് ഏതൊക്കെ തരത്തിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നത് സംബന്ധിച്ച ചർച്ചകൾ പ്രധാനമായും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 മണിക്ക് പോലീസ് ആസ്ഥാനത്ത് ആണ് യോഗം ചേരുക. ഈ യോഗത്തിന് ശേഷം രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും യോഗത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ വിജിലൻസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവ്യ. യെസ് എന്തായാലും വളരെ നിർണായകമായ യോഗം, വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ യോഗത്തിന് പിന്നാലെ തന്നെ അഴിമതി തടയാനുള്ള ചില നിർണായക തീരുമാനങ്ങൾ അദ്ദേഹം എന്തായാലും വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.